Good afternoon, all. Good afternoon, ma'am. Okay. Yes. Good afternoon. നമ്മള് ചാപ്റ്ററിന്റെ പേര് മൂവ്മെന്റ്സ് എന്നാണ് കേട്ടോ. നമ്മൾ ആ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. ഓർമ്മയില്ലേ? അതെ 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 ആ ചാപ്റ്റർ എടുത്തിരുന്നു. സോ മൂവ്മെന്റ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് വരെ പറഞ്ഞു നിർത്തി എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനല്ലേ? അതെ മിസ്. ഓക്കെ, നമ്മളിനി പോവാകുന്നത് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ്, ആത്മാവ് എന്നുള്ളൊരു മീനിങ് ആണ്. ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ബോഡിയാണ്. ഒരു ആളുടെ ശരീരവും ആത്മാവും കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഫന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോഡിയടാ, നമ്മുടെ ശരീരം. ഓക്കെ, അക്കോർഡിംഗ് ടു മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ദ ഇൻഫന്റ് സ്റ്റേജിൽ നമുക്ക് ചൈൽഡ് വാണ്ട്സ് ടു ഡു മെനി തിങ്സ്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. കലമത്തി മറിയാനും ചാടാൻ ഓടാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പേജ് നമ്പർ 144 കേട്ടോ. 144 ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? പവർ ഉണ്ടോ? അങ്ങനെ ചെയ്യാനുള്ള പവർ അവർക്കുണ്ടോ? എനർജി ഉണ്ടോ? ഇല്ലല്ലോ, അത്ര എനർജി ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർക്കത് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. അവരെ കൊണ്ട് കഴിയണ പോലെ അവർ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാനും പറ്റണമെന്നില്ല. According to Montessori, during infant stage, the child wants to do many things but does not have the power to do it. അവർക്ക് അത് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നില്ല. It is like the spirit is willing. അവന്റെ എന്താണ് സ്പിരിറ്റ്, മൈൻഡ് അത് വില്ലിങ് ആണ്, ചെയ്യാനായിട്ട് ഓക്കെ ആണ്. ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ചില ബോഡി എന്താണ്, വീക്ക് ആണ്. The flesh stands for the almost absolute complexity of the voluntary muscles with which we are endowed. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിനെയാണ് ഇവിടെ ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ മസിൽസ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന മസിൽസ് മൂവ്മെന്റ്സിനെ എല്ലാം ഒരുമിച്ച് ആ കോംപ്ലക്സിറ്റിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഫ്ലഷ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടാ. There are materials out which children will have to create these instruments. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുട്ടികളെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. The child at birth lacks of coordination. കുട്ടികൾ ജനിക്കുമ്പോൾ കോർഡിനേഷൻ ഉണ്ടാവുമോ? ഇല്ല അല്ലെ? പ്രോപ്പർ ആയിട്ട് കോർഡിനേഷൻ കുട്ടികൾ ജനിക്കുമ്പോൾ കുട്ടികൾക്ക് ഇല്ല. പതുക്കെയാണ് ആ കോർഡിനേഷൻ കുട്ടികളിൽ വരുന്നത്. ആദ്യം ഹെഡ് റീജിയൻ ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. പിന്നെ അത് ഫുട്ടിലേക്ക് എന്നുവെച്ചാൽ പാദത്തിലേക്ക് വരുന്നു. നിങ്ങൾ സെഫലോപോഡ്രൈൻ ഒക്കെ പഠിച്ചില്ലേ? ആദ്യം ഹെഡ് റീജിയനിലായിരിക്കും ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഫുട്ട് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. The child at birth lack of coordination because the development of his nervous system is insufficient. എന്തുകൊണ്ടാണ് അവന് ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇല്ല എന്ന് പറയാൻ കാരണം അവന് നെർവസ് സിസ്റ്റം ഇൻസഫിഷ്യന്റ് ആണ്. സാധാരണ നമ്മള് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മളെ മാമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സില് ബാക്കിയുള്ള മൃഗങ്ങൾക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പവർ ഉണ്ടാവും, കോർഡിനേഷൻ അവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മളുടെ കുട്ടികൾ, നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ കുട്ടികളൊന്ന് നടന്ന് തുടങ്ങണമെങ്കിൽ എത്ര വയസ്സ് വേണം? 1 വയസ്സ് 1.5 വയസ്സാവണം. ആ ടൈം ആവുമ്പോഴേക്കാണ് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്പ് ആയി തുടങ്ങുന്നത്. The child at birth lack of coordination. കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നടന്നു തുടങ്ങിയാലാണ് കുട്ടി ഫിസിക്കലി ഓക്കെ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ കുട്ടി നടന്നു തുടങ്ങിയോ എന്ന് നമ്മളോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാറുണ്ട്. 1.5 ഇയേഴ്സിന് ഉള്ളിൽ കുട്ടികൾ നടക്കണം എന്ന് പറയുന്നത്. കാരണം നടന്നു തുടങ്ങണമെങ്കിൽ അവൻ ആ സമയത്ത് അവന്റെ ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റണം, ഹാൻഡ് അതേപോലെ തന്നെ ലെഗ് മൂവ്മെന്റ്സ് അവർ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒത്തിരി കാര്യങ്ങൾ ഡെവലപ്മെന്റ് അവന് പ്രോപ്പർ ആയിട്ട് നോക്കിയാൽ മാത്രമേ അവന് നടന്നു തുടങ്ങാൻ പറ്റുള്ളൂ. സോ കോർഡിനേഷൻ പ്രോപ്പർ ആവണം. നെർവസ് സിസ്റ്റം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവന് ഈ മൂവ്മെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹി റിക്വയർഡ് ടു പ്രാക്ടീസ് ഡെവലപ്പ് ഹിസ് നെർവസ് സിസ്റ്റം. അവന്റെ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒറ്റയടിക്ക് ഒരു കുട്ടി നടക്കുമോ? ഇല്ലാലോ.
ഇല്ല. ആദ്യം അവരെ എഴുന്നേറ്റ് നിൽക്കും, അപ്പൊ തന്നെ വീണു പോകും, വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നിന്ന് ബാലൻസ് ആവുമ്പോ ഒരു സ്റ്റെപ്പ്, അവരുടെ കാലൊന്നും അനക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കും, ദെൻ അവരെന്ത് ചെയ്യും, നടന്നു തുടങ്ങും. ദിസ് ഈസ് എ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ്സ് മൂവ്മെന്റ്സ്. അതുകൊണ്ടാണ് ഈ സൈക്കിക് ഡെവലപ്മെന്റ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്, മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമിലേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു മൂവ്മെന്റ്സ് മൈൻഡും മെന്റൽ ഡെവലപ്മെന്റും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമിലേഷൻ, അല്ലെങ്കിൽ അസിമിലേഷൻ മറ്റൊരു വേർഡാണ് അഡാപ്ഷൻ ഓർ അബ്സോർപ്ഷൻ. മെന്റൽ അസിമിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് അഡാപ്റ്റേഷൻ ഓർ അബ്സോർപ്ഷൻ. നമ്മളെ മൈൻഡിലേക്ക് അത് എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. ദ ചൈൽഡ് ക്രിയേറ്റ് ത്രൂ മൂവ്മെന്റ്സ്. മെന്റൽ അസിമിലേഷൻ എങ്ങനെയാണ് ഒരു കുട്ടി പ്രോപ്പർ ആകുന്നത്, മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത് ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. ഹിസ് ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ് മൂവ്മെന്റ്സ്. മൂവ്മെന്റ്സിലൂടെയാണ് ആ കുട്ടി അവരുടെ സറൗണ്ടിങ്സും ഓരോ കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. The child also improves his mental power by searching out sensation and movements. അപ്പോ ആ കുട്ടിയുടെ മെന്റൽ പവർ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, സെർച്ചിങ് ഔട്ട് ആണ്. സെൻസേഷൻസും മൂവ്മെന്റ്സും ഒക്കെ കൂടിയാണ് ആ കുട്ടി ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളുടെ മോണ്ടിസോറി പറയുന്നത് ഇൻഫന്റ് സ്റ്റേജിലെ കുട്ടികൾക്ക് എന്ത്, സ്പിരിറ്റ് ഓക്കെ ആയിരിക്കും, ബീയിങ് ആയിരിക്കും, പക്ഷെ ഫ്ലഷ് എങ്ങനെയാണ്, നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കും. സോ ഈ കുട്ടികൾ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് മൂവ്മെന്റ്സ് എന്താകുന്നത്, പോസിബിൾ ആകുന്നത്. അപ്പൊ ഒത്തിരി കോംപ്ലക്സിറ്റി ഉള്ള ഒരു കാര്യമാണ് ഈ കോർഡിനേഷൻ പ്രോപ്പർ ആക്കുക എന്ന് പറയുന്നത്. ഒത്തിരി ടൈം വേണം ഈ കോർഡിനേഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതിലൂടെയാണ് കുട്ടികളിൽ മൂവ്മെന്റ്സ് കൈവരിക്കുന്നത്. സോ മൂവ്മെന്റ്സും സൈക്കിക് ഡെവലപ്മെന്റും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പൊ കുട്ടി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. ഇനി മൂവ്മെന്റ്സ് ആൻഡ് അസിമിലേഷൻ ആണ്, അസിമിലേഷൻ ഓർ അബ്സോർപ്ഷൻ ആണ്. സോറി, മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമിലേഷൻ. അപ്പോ അവന്റെ മൂവ്മെന്റ്സ്, ചൈൽഡ് ക്രിയേറ്റ് ടു മൂവ്മെന്റ്സ്. മെന്റൽ അസിമിലേഷൻ, മെന്റൽ ഡെവലപ്മെന്റ് കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടികൾ മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. സോ മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് മൂവ്മെന്റ്സിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആക്ച്വൽ ലേണിംഗ്, ഒരു കുട്ടിയുടെ ആക്ച്വൽ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ മൂവ്മെന്റ്സിലൂടെയാണ്. ഓരോ കാര്യങ്ങളും അവൻ ടച്ച് ചെയ്ത് നോക്കി, അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. ദ ചൈൽഡ് ഓൾസോ ഇംപ്രൂവ് ഹിസ് മെന്റൽ പവർ ബൈ സെർച്ചിങ് ഔട്ട് സെൻസേഷൻസ് ആൻഡ് മൂവ്മെന്റ്സ്. ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്ത ഓരോ മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടി മെന്റൽ പവർ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. ഇനി മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി ആണ്. മൂവ്മെന്റ്സിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കവർ ചെയ്യുന്നത് എന്നാ പറയുന്നത്. മൂവ്മെന്റ്സിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പവർ കിട്ടാണ്, നമ്മൾ മൂവ് ചെയ്യുന്നതിലൂടെ മൂവ്മെന്റ്സിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാണ്. ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം അവർ ഞാൻ പറഞ്ഞു നല്ല കോൺസെൻട്രേഷൻ പവർ ആയിരിക്കുള്ളൂ, കാരണം അവർക്ക് ഹൈ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിരിക്കും. സോ അവർക്ക് നല്ല എന്തുണ്ടാവും, കോൺസെൻട്രേഷൻ ഉണ്ടാവും. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, many schools use a variety of ways such as visual aid, story, the capability of the teacher's manners, etc. to obtain attention and concentration of children. നമ്മുടെ വിഷ്വൽ എയ്ഡും സ്റ്റോറീസും അതേപോലെ ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ച് കേപ്പബിലിറ്റി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ഒരാൾ പറയാണ് എന്താണ് 2 times ബ്രഷ്, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറയാണ്. 2 times ബ്രഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം, അങ്ങനെ ഓവറൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഒരു ആക്ഷൻ സ്റ്റോറി അല്ലെങ്കിൽ ആക്ഷൻ സോങ് മുഖേന ആ ഒരു കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഷ്, ആ ഒരു സോങ്ങിലൂടെ അവർ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബാത്ത് ചെയ്യേണ്ടത് പറയുമ്പോഴാണ് കുട്ടികൾ കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് അറ്റൻഷനോട് കൂടി ശ്രദ്ധിക്കുക. ആക്ഷൻ സോങ്ങിലൂടെ ആയിരിക്കില്ലേ? അതെ. അപ്പൊ കുട്ടികളെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ മൂവ്മെന്റ്സിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. മോണ്ടിസോറി believed that for concentration to cause, children must engage with the materials. കുട്ടികൾ മോണ്ടിസോറി ബിലീവ് ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്തിന്റെ റിസൾട്ട് ആണ്, മൂവ്മെന്റ്സിന്റെ റിസൾട്ട് ആണ്. നിങ്ങൾ പിങ്ക് ടവർ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തോ?
ചെയ്തു മിസ്. അപ്പൊ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരോട് പറയുന്നത് അവരോട് മക്കളോടൊന്ന് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറയണം. അപ്പൊ അത് അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും അവരത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. വീണ്ടും 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 അറേഞ്ച് ചെയ്ത് അവരത് പ്രോപ്പർ ആയിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്താലും അത് ചെയ്ത് എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ എടുക്കുന്നുണ്ട്. സോ അവർക്കൊരു ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത് നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത്. Okay, Montessori believe that for concentration to come, children must be engaged with the materials. എപ്പോഴാണ് കോൺസെൻട്രേഷൻ വരുന്നത്? കുട്ടികൾ ഈ മെറ്റീരിയൽസ് ആയിട്ട് എൻഗേജ് ചെയ്യുമ്പോഴാണ് ഈ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഓൾവേസ് വിത്ത് ദ മെറ്റീരിയൽസ്, നെവർ വിത്തൗട്ട് മെറ്റീരിയൽസ്. എപ്പോഴും ഈ മെറ്റീരിയൽസ് ആയിട്ട് കുട്ടികൾ കോണ്ടാക്ട് വരുമ്പോഴാണ് എന്ത് വരുന്നത്? കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മെറ്റീരിയൽസ് ഇല്ലാതെ നമുക്ക് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. The materials must be an object which does not interest in abstract manner, but it must lead itself to positive activity. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അബ്സ്ട്രാക്ട് മാനറിൽ നമുക്കത് ഇൻട്രസ്റ്റ് കുട്ടികൾ കാണണമെന്നില്ല. പക്ഷെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വുഡൻ പീസുകളാണ്. അപ്പൊ അത് ആദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇന്റൻഷൻ വരും. അതൊരു പോസിറ്റീവ് ആക്ടിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യാണ്. Which the child is leads to repeat the movement again and again. വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആ ഒരു ആക്ടിവിറ്റിയിൽ വരണം. നമ്മൾ ആദ്യം പിൻടവർ ബിൽഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, നമ്മൾ വീണ്ടും അത് ചെയ്തു. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. She further remarked that movements must have an intellectual atmosphere. So movements ഒരു intellectual atmosphere build ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Intellectual atmosphere എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു എൻവയോൺമെന്റ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മൂവ്മെന്റ്സിലൂടെ വിത്ത് മെറ്റീരിയൽസ്. അപ്പൊ മൂവ്മെന്റ്സും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ മൂവ്മെന്റ്സിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. മൂവ്മെന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണ്ടിസോറി യൂസ് ചെയ്യുന്നത് എന്താണ്? മെറ്റീരിയൽസ് ആണ്, നമ്മുടെ അപ്പാരറ്റിക്സ് ആണ്. സോ ഈ അപ്പാരറ്റിക്സ് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചെയ്യുന്നതിലൂടെ അവരുടെ മൂവ്മെന്റ്സ് പോസിറ്റീവ്ലി ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഇതിലൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് മൂവ്മെന്റ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ആണ്. Then movements, repetition and discovery. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ തെറ്റിപ്പോകാം, വീണ്ടും ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റിനോട് ഭയങ്കര ഇഷ്ടം തോന്നാണ്. നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. Montessori believed that even when a child has thought and he understands what he has learned, it is important that the child must go on repeat the same exercise again for sure of the love of it. ചില കുട്ടികൾ ഒരു ആക്ടിവിറ്റി തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അവൻ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അവൻ ആ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് ആ ഒരു ഇഷ്ടം നമുക്ക് റിപ്പീറ്റേഷനിലൂടെയാണ് അവനത് പ്രകടിപ്പിക്കുന്നത്. It is like being introduced to a person and staying with him and enjoying the time spent with him. സോ നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു പേഴ്സൺ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവർ പറഞ്ഞു കൊടുക്കാം, പിന്നെ അവനത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവനത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേക എന്താ പറയാ ഒരു ഇഷ്ടം അതിനോട് നമുക്ക് തോന്നുന്നത് മനസ്സിലാവും. ചില കുട്ടികൾ അങ്ങനെയാണ്. അപ്പൊ അവര് ചിലപ്പോൾ പിൻടവർ ആയിരിക്കും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്, ഓർ മേ ബി കളറിംഗ് ബോക്സ് അല്ലെങ്കിൽ എന്താ പറയാ ഏതാ മെറ്റീരിയൽസ് അവർക്ക് ഇഷ്ടമുള്ളത് അതായിരിക്കും വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അപ്പൊ മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിക്കും, അതിൽ ഒരുപാട് ബോർഡ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അഡീഷൻ ബോർഡ്, സബ്സ്ട്രാക്ഷൻ ബോർഡ്. ഒരു കുട്ടിക്ക് അഡീഷൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവൻ അഡീഷൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർ ആ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നു. സഡൻ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം എന്നാണ്. ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു വിചാരിക്കും, നമുക്ക് പെട്ടെന്നൊരു പ്രകാശം അല്ലെങ്കിൽ നമുക്കൊരു മെന്റൽ ഇലൂമിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് മനസ്സിലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യൂലേ? ഒരു ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുറെ നാളായിട്ട് ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട്, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഹൗസ് വൈഫ് ആയിട്ട് കുറെ നാളായിട്ട് പഠിച്ചിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ആയിട്ടായിരുന്നു, നമുക്ക് ഒരു കാര്യത്തിലൊന്നും ചെയ്യാതെ വീട്ടില് ഒരു 5 വർഷത്തോളം വെറുതെ ഇരിക്കായിരുന്നു എന്ന് വിചാരിക്കും നമ്മള്. അപ്പോ
പെട്ടെന്ന് നമ്മള് ടീച്ചിങ്ങിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞ് ടീച്ചേഴ്സായി കുട്ടികളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഒരു മെന്റൽ ഇലൂമിനേഷൻ നമുക്ക് അവിടെ വരുന്നുണ്ട്. നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു പ്രകാശം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളൊരു പ്രകാശം നമുക്കത് കാണാൻ പറ്റുന്നു. അത്രയും മൂവ്മെന്റ്സിലൂടെയാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു എന്ത് കിട്ടുന്നത്, ഇലൂമിനേഷനിലേക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് കുട്ടികളിൽ അവർ ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് മെന്റൽ ഇലൂമിനേഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർക്ക് ആ എൻജോയ് ചെയ്ത് ആ വർക്ക് ചെയ്യുമ്പോൾ, അവർ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അത് അവർക്ക് എൻജോയ് ചെയ്യാൻ. അവരെന്നെ സ്വയം ക്ലാപ്പ് അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഫിനിഷായി എന്ന് പറഞ്ഞിട്ട്. ഓക്കേടാ. എന്നുവെച്ചാല് നിങ്ങളിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടും. ഒരു പ്രത്യേക ഒരു ഫീലാണത്. നിങ്ങൾ തന്നെ ഒരു പ്രൗഡായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ ഓരോ മെത്തേഡ്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് മെന്റൽ ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. Why it is important to repeat the same activity again and again? എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതെന്ന് പറയുന്നത് വെച്ചാൽ ദിസ് ഈസ് ഓഫ് അബ്സല്യൂട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മെന്റൽ ഡെവലപ്മെന്റ്. മെന്റൽ ഡെവലപ്മെന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആഫ്റ്റർ മച്ച് റിക്കറൻസ് suddenly comes a mental illumination. ഇത് എന്തിന് കാരണമാകുന്നു? മെന്റൽ ഇലൂമിനേഷന് കാരണമാകുന്നു. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് കൂട്ടാനും മെന്റൽ ഇലൂമിനേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി ബെസ്റ്റ്, അത് അവന്റെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ അവനത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പം ഞാൻ ആദ്യം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പറയാലോ, സത്യം പറയാലോ. ഞാൻ ലൈവ് ക്ലാസ് അങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടില്ല. ഞാൻ നേരിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു ക്ലാസ് എന്നുവെച്ചാൽ പെട്ടെന്ന് ഓൺലൈനിലേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ 2 ക്ലാസ്സിലൂടെ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ആ ഒരു ക്ലാസ് എടുക്കുന്നത് എൻജോയ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇന്ന് വരെ ഞാൻ ക്ലാസ്സിൽ കയറാണെങ്കിൽ ഞാൻ എന്താ പറയാ ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയാണ് ഓരോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അത് അനുസരിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. ഇനി മോണ്ടിസോറി എക്സ്പ്ലോഷൻ ആണ് പറയുന്നത്, സ്ഫോടനങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാല് അത് മനസ്സിന്റെ ആണ് പറയണേട്ട. നമ്മുടെ മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയാണ്. നമ്മുടെ മോണ്ടിസോറിയിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. 1 മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടാ. ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാണിച്ചു തരാവേ. ഓക്കെ. നമ്മുടെ മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ ഒരു 3 to 6 years ഉള്ള കുട്ടികളെയാണല്ലോ നമുക്ക് കിട്ടുന്നത്, മോണ്ടിസോറിയിലേക്ക് കിട്ടുന്നത്. ഞാൻ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. അപ്പൊ അതിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ 1 മിനിറ്റ്. ഞാനത് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ അടുത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ റൈറ്റിംഗ് ബോർഡ്സിനെ കുറിച്ചിട്ട്. ഒരു മിനിറ്റ്. എനിക്കത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വുഡൻ ആയിട്ടുള്ള ഒരു പീസ് ആണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ പഴയ ഒരു എന്താ പറയാ പഴയൊരു എന്നുവെച്ചാൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണത്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യിക്കുക, ഈ മസിൽസ് മൂവ്മെന്റ്സ് ഒക്കെ ഓക്കെ ആകാൻ വേണ്ടിയിട്ട് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്യിക്കുകയാണ്. വീണ്ടും ആ തിരിച്ച് നമ്മളെങ്ങനെയാണോ ഓരോ മെറ്റീരിയൽസ്
ഇതുണ്ട്. പിന്നെ ട്രീഡയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അവരെ കൊണ്ട് നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ എഴുതിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂവ്മെന്റ്സിന് കോർഡിനേഷൻ, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ്, കാരണം റൈറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിൽ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ 2 പെയേഴ്സ് ഉണ്ട് കുട്ടികൾക്ക് ചെയ്ത് നോക്കാനായിട്ട്. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ ഉണ്ട്. ഇതാണെന്നുണ്ടോ വന്നിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരാവേ. പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോ കൂടുതലായിട്ട് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സിലൂടെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഹോൾഡ് ചെയ്യാം, എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ശീലിപ്പിച്ച് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് പഠിക്കും, റീഡിങ്ങോ റൈറ്റിങ്ങോ അവർ അത് ഇൻട്രസ്റ്റഡ് ആവും. കാരണം അവര് അത് ശീലിക്കുകയാണ്. ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ ശീലിക്കുന്നതിലൂടെ അവര് തന്നെയാണ് അത് എന്താണ് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. അവരിൽ തന്നെയാണ് ആ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. എന്നുവെച്ചാല് അവര് തനിയെ എഴുതാൻ തുടങ്ങും. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ പെൻ പിടിക്കണം. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു സ്ട്രിക്റ്റ് ആയിട്ട് അമ്മമാരെ ജൂൺ ഫസ്റ്റ് ഒക്കെ കഴിയുമ്പോ എല്ലാ അമ്മമാരും മക്കളോട് എന്ത് പറയും, ഇങ്ങനെ ഭയങ്കരമായിട്ട് അക്ഷരമാലയൊക്കെ എഴുതി പഠിപ്പിക്കാനായിട്ട് നിർബന്ധിക്കും അല്ലെ. ഇവിടെ ആരെങ്കിലും മക്കളുണ്ടോ ഫസ്റ്റ് LKG-ലേക്കൊക്കെ പോകുന്ന ഉണ്ടോ? ഈ ജൂണിൽ ചേർത്തിട്ടുണ്ട് LKG-ലേക്ക്. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങളുടെ ജേർണി ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആർട്ടാണ് പഠിപ്പിക്കാനായിട്ട്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളുടെ കുട്ടികളെ ഓരോ കാര്യങ്ങളും കൈ പിടിച്ച് ഹോൾഡ് ചെയ്തൊന്നും എഴുതിപ്പിക്കാണ്ട്. കാരണം ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അവരെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നതിലൂടെ അവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ ഇതിലൊരു ബോർഡ് കാണിച്ചു തരാം. ആൽഫബറ്റ് ബോർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളുടെ അടുത്ത്. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതൊന്ന് കാണിച്ചു തന്നിരുന്നു, ഈ വുഡിന്റെ ആൽഫബറ്റിക് ബോർഡ് ആണല്ലേ? ഓക്കേടാ. ഇത് ആൽഫബറ്റ്സ് ബോർഡ് ആണ്. അതിലൊരു വുഡൻ ആയിട്ടുള്ള ഒരു പെന്നും കിട്ടുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും, ഈ അക്ഷരങ്ങൾ നമ്മൾ എഴുതി സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, കൈ പിടിച്ച് എഴുതിപ്പിക്കണ്ട. അവനെ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വരയ്ക്കുന്നതിലൂടെ നമുക്ക് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അവർ തന്നെ റിപ്പീറ്റ്. ഇത് എന്റെ പ്രാക്ടീസിലൂടെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആൽഫബറ്റ് ബോർഡ് യൂസ് ചെയ്ത് ഞാൻ എന്താ പറയുക, ഞാനൊരു കാര്യം സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്തതാണ്. കാരണം റൈറ്റിംഗ് പോസിബിൾ ആക്കി. കാരണം എന്റെ മോക്ക് ഞാൻ ആൽഫബറ്റിക് ബോർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ സൂപ്പർവൈസ് ചെയ്യും, അല്ലാണ്ട് കൈ പിടിച്ച് ഇങ്ങനെ എഴുതിക്കൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആള് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് എങ്ങനെയാണ് അത് റൈറ്റ് ചെയ്തെന്നുള്ളത് ആള് തനിയെ പഠിക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെ കുട്ടികളോട് തനിയെ അത് പഠിക്കാനായിട്ട്. അതേപോലെ നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ഒക്കെ അത് നമ്മൾ ടച്ച് ഒക്കെ ചെയ്ത് മൂവ്മെന്റ്സിലൂടെ കുട്ടികൾക്ക് ആ ഒരു മൂവ്മെന്റ്സിലൂടെ കുട്ടികൾക്ക് അതെങ്ങനെയാണ് ഒരു ആൽഫബറ്റ് എഴുതുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. Montessori states that outward evidence of this inborn mental growth reveals itself with an almost explosive violence. അത് കുട്ടികളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുട്ടികൾ നമ്മളോട് പറയും അവർക്ക് എഴുതണം, അവർക്ക് വായിക്കണം എന്നുള്ളത് നമ്മളോട് വന്ന് പറയും. അവർ നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത് അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു ആ ഒരു എക്സ്പ്ലോഷനിലൂടെ ആ ഒരു വയലൻസിലൂടെ അവർ ഒരു പേനയും കടലാസും കൊടുത്താല് ഭയങ്കര ഇഷ്ടമായിരിക്കും എഴുതാന്. അതിലിങ്ങനെ കുത്തി വരഞ്ഞിരിക്കും. ഡ്രോ ചെയ്യാനൊക്കെ ഉള്ളത് നല്ലതാണ്. മൂവ്മെന്റ്സ് ഒക്കെ നല്ല ഡ്രോ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നു, ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് ആ എഴുതാനുള്ള അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രകടിപ്പിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ she said that the experience are common that they called it Montessori explosion. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിനെയാണ് മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് സച്ച് എക്സ്പ്ലോഷൻ ആർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇപ്പൊ നമ്മുടെ മോണ്ടിസോറിയില് ഡിഫറെന്റ് ഏജിലുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. അപ്പോൾ
മുതിർന്ന കുട്ടി അവനെ എഴുതുന്നത് ഒക്കെ കാണുമ്പോൾ ബാക്കിയുള്ള ഇൻവർബൻസ് എന്ന് പറയും അവർക്കും അതേപോലെ എഴുതണം എന്ന് പറയും. അപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് നമ്മൾ ആദ്യം അവരെന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ കുട്ടികളെ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ. Then materials as the gateway to new discovery. നമുക്കറിയാം മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ഗേറ്റ്വേ ആണ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മോണ്ടിസോറി മെറ്റീരിയൽസിലെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഏകദേശം സെയിം ആണ്. എന്നാൽ ഈ മെറ്റീരിയൽസിൽ ടൈം ടു ടൈം ചേഞ്ചസ് വരുന്നുണ്ട്. ഓരോ ടൈമിനനുസരിച്ച് മോണ്ടിസോറി മെറ്റീരിയൽസിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. While the children are advised to use each materials in a particular way. നമുക്ക് പിങ്ക് കവർ എങ്ങനെയാണ് ഇതിന് മേലെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ടോപ്പിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ഓർ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് പർട്ടിക്കുലർ വേയിൽ തന്നെ അത് ബിൽഡ് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പൽ ചെയ്യാൻ പാടില്ല. കുട്ടികൾ അത് ഡിസ്കവർ ചെയ്യട്ടെ, കുട്ടികളുടേതായ ഐഡിയാസ് അനുസരിച്ച് അത് ഡിസ്കവർ ചെയ്യട്ടെ, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് അവർ ഡിസ്കവർ ചെയ്യട്ടെ. ഇറ്റ് ഈസ് ഓഫ്റ്റൻ എക്സ്പോസ്ഡ് ബൈ ദ ചിൽഡ്രൻ ടു ന്യൂ ഗേറ്റ്വേ ടു യൂസ് ദ മെറ്റീരിയൽസ്. അപ്പൊ അവർക്ക് ആ ഒരു മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എങ്ങനെയാണ് പുതിയ പുതിയ രീതിയിൽ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇൻ ദിസ് വേ ദ ചിൽഡ്രൻ റിലേറ്റ്സ് ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ് ആൻഡ് ന്യൂ റിലേഷൻഷിപ്പ്. ന്യൂ ഫാക്ട്സ്, ന്യൂ ഐഡിയാസ്, ന്യൂ റിലേഷൻഷിപ്പ്. ഈ ഫാക്ട്സ് ഇല്ലേ, അത് ന്യൂ ഐഡിയാസ് നൽകിക്കോ. പുതിയ ഫാക്ട്സുകള്, പുതിയ ഐഡിയാസ്, പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മോണ്ടിസോറിയുടെ മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി ആണ്. മൂവ്മെന്റ്സിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ റിപ്പീറ്റേഷനും ഡിസ്കവറിയും കൈവരിക്കാൻ പറ്റുന്നുണ്ട്. സഡൻ ഇലൂമിനേഷൻ, നമ്മുടെ മൈൻഡിൽ ഒരു സഡൻ ആയിട്ടുള്ള മെന്റൽ ഇലൂമിനേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോണ്ടിസോറി എക്സ്പോഷർ എന്ന് പറഞ്ഞാല് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സും സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ ആ മെറ്റീരിയൽസിലൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ അത് ഓട്ടോമാറ്റിക്കലി എഴുതാനും അതേപോലെ തന്നെ റീഡ് ചെയ്യാനൊക്കെ അവർ ട്രെയിൻഡ് ആവാണ്. നമ്മൾ ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ഗേറ്റ് വേ ഫോർ ഡിസ്കവറീസ് ആൻഡ് ഡിസ്കവറീസിന്റെ പുതിയ ഗേറ്റ് വേ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആക്ട് ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പിൻ കവർ ഹൊറിസോണ്ടലി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ഓർ വെർട്ടിക്കലി ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി കുട്ടികൾക്ക് ഓരോ ഫാക്ട്സ് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഇതാണ് മൂവ്മെന്റ്സിൽ പറയുന്നത്. നല്ല രീതിയിൽ മൂവ്മെന്റ്സ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഫ്രൈഡേ എന്റെ ക്ലാസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ.